അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 6 തസ്കിത്തുൽ വിൽദാൻ തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 തസ്കിത്തുൽ വിൽദാൻ അല്ലെങ്കിൽ തജ്വീദുൽ ഖുർആൻ, ഈ രണ്ട് സബ്ജക്റ്റിൻ്റെയും ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 6 തസ്കിത്തുൽ വിൽദാൻ ന്യൂ സിലബസ് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് 6 തസ്കിത്തുൽ വിൽദാൻ ന്യൂ സിലബസ് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. കണ്ണേറ് ബാധിച്ചവനെ മന്ത്രിക്കുമ്പോൾ ഓതേണ്ട സൂറത്ത്. ഓപ്ഷൻസ്: സൂറത്തുൽ മസദ്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഇഖ്ലാസ്. ശരിയുത്തരം സൂറത്തുൽ നാസ്. 2. മുഹമ്മദ് ബിൻ ഈസാ റളിയല്ലാഹു അൻഹു രചിച്ച ഹദീസ് ഗ്രന്ഥം. ഓപ്ഷൻസ്: സ്വഹീഹ് മുസ്ലിം, സുനൻ തിർമുസി, സുനൻ നസായി. ശരിയുത്തരം സുനൻ തിർമുസി. 3. അദ്ദീനുൻ നസീഹ, നസീഹത്തിൻ്റെ അർത്ഥം. ഓപ്ഷൻസ്: ഉദ്ദേശം, സംശയം, ഗുണം ആഗ്രഹിക്കൽ. ശരിയുത്തരം ഗുണം ആഗ്രഹിക്കൽ. 4. അബൂ യസീദ് അൽ ബിസ്തമിയ്യ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഓപ്ഷൻസ്: ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, തൈഫൂർ ബിൻ ഈസാ റളിയല്ലാഹു അൻഹു, യഹ്യൽ ബർമക്കി റളിയല്ലാഹു അൻഹു. ശരിയുത്തരം തൈഫൂർ ബിൻ ഈസാ റളിയല്ലാഹു അൻഹു. 5. മദ്ദുൽ മുത്തസിലിന് ഉദാഹരണം. ഓപ്ഷൻസ്: വസ്സമാഇ വമാ അദ്റാക അലാ ഇന്ന. ശരിയുത്തരം വസ്സമാഇ. 6. നാവിൻ്റെ അരുവും മേലെ അണപ്പല്ലുകളും. ഓപ്ഷൻസ്: സ്വാദ്, ലാദ്. ശരിയുത്തരം ലാദ്. അടുത്ത പ്രവർത്തനം ചേറും പഠിച്ചേർക്കുക. 7. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. 8. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. 9. ഇത്തഖിൽ മഹാരിമ. 10. യാ അയ്യുഹൽ മുസ്സമ്മിൽ. 11. വർള ബിമാ ഖസമല്ലാഹു ലക. ഇപ്പുറത്ത് നോക്കൂ. എ തകുൻ അഅ്ബദൻ നാസ്. ബി ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. സി തകുൻ അഗ്നൻ നാസ്. ഡി വ ഇന്നമാ ലികുല്ലി ഇംറിഇ മാ നവാ. ഇ ഫൽയുക്രിം ലൈഫഹു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലുള്ള ലെറ്റർ അതിന് നേരെ എഴുതാം. 7. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ശരിയുത്തരം ഡി വ ഇന്നമാ ലികുല്ലി ഇംറിഇ മാ നവാ. 8. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ശരിയുത്തരം ഇ ഫൽയുക്രിം ലൈഫഹു. 9. ഇത്തഖിൽ മഹാരിം. ശരിയുത്തരം എ തകുൻ അഅ്ബദൻ നാസ്. 10. യാ അയ്യുഹൽ മുസ്സമ്മിൽ. ശരിയുത്തരം ബി ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. 11. വർള ബിമാ ഖസമല്ലാഹു ലക. ശരിയുത്തരം സി തകുൻ അഗ്നൻ നാസ്. ഡി ഇ എ ബി സി. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. ലഅല്ല റഹ്മത റബ്ബി ഹീന യഖ്സിമുഹ തഅതി അലാ ഡാഷ് ഫിൽ ഖിസം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹസബിൽ ഉസ്യാനി. നമുക്ക് ചേർത്ത് വായിക്കാം. ലഅല്ല റഹ്മത റബ്ബി ഹീന യഖ്സിമുഹ തഅതി അലാ ഹസബിൽ ഉസ്യാനി ഫിൽ ഖിസം. 13. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത് ഡാഷ് ആകുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത് ഫാത്തിഹ ആകുന്നു. 14. മാ റന്നഹത് അർദബാത്തിൽ ബാനി റീഹു സബാ വ അത്രബൽ ഈസ ഡാഷ് ബിൻ നഗം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹാദിൽ ഈസി. മാ റന്നഹത് അർദബാത്തിൽ ബാനി റീഹു സബാ വ അത്രബൽ ഈസ ഹാദിൽ ഈസി ബിൻ നഗം. 15. തായിന്റെ മഖ്റജ് നാവിൻ്റെ തലയും ഡാഷുടെ മുരടുമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മേലെ മുൻപല്ലുകൾ. തായിന്റെ മഖ്റജ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ്. 16.
മദ്ദുൽ അസ്ലിയിന് ഡാഷ് എന്നും പേരുണ്ട്. ആവലിൽ പൂരിപ്പിക്കേണ്ടത് മദ്ദു ത്വബഈ. 17. വെള്ളിയാഴ്ച രാവും പകലും സൂറത്ത് ഡാഷ് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആവലിൽ പൂരിപ്പിക്കേണ്ടത് അൽ കഹഫ്. വെള്ളിയാഴ്ച രാവും പകലും സൂറത്തുൽ കഹഫ് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അടുത്ത പ്രവർത്തനം, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ ചോദിക്കുന്ന സൂറത്ത്. ഉത്തരം സൂറത്തുൻ നാസ്. 19. മുഷ്കിലത്തുൻ എന്ന വാക്കിന്റെ അർത്ഥം. ഉത്തരം പ്രോബ്ലം. 20. സ്വഹീഹുൽ ബുഖാരി രചിച്ചത് ആര്? ഉത്തരം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. 21. റജുലൻ ഖതല 99 നഫ്സ. ഈ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബി. ഉത്തരം അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. 22. വലല്ലാലീൻ. ഇതിൽ ലാദിന്റെ മദ് ഏതാണ്? ഉത്തരം മദ്ദുൽ ലാസിം. 23. തക്കും ബൈനക്കും. ഇതിലെ സാക്കിനായ നൂനിന്റെ വിധി. ഉത്തരം ഇഖ്ലാബ്. അടുത്ത പ്രവർത്തനം, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഇഹ്സാൻ എന്നാൽ എന്ത്? ഉത്തരം നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ തന്നെ അവനെ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. 25. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. ആശയം എഴുതുക. ഉത്തരം മറഞ്ഞിരിക്കുന്നവനായ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം പ്രാപിക്കുന്നു. 26. ഒരു മനുഷ്യന്റെ അധ്വാനം പിശാചിന്റെ മാർഗത്തിലാവുന്നത് എപ്പോൾ? ഉത്തരം ഒരു മനുഷ്യൻ ബാഹ്യ പ്രകടനത്തിനും പൊങ്ങത്തത്തിനും വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എങ്കിൽ അവന്റെ അധ്വാനം പിശാചിന്റെ മാർഗത്തിലാകും. 27. അറബിയാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വഹാബികളോടും പിന്തുടരാത്തവരിൽ ഒരു നന്മയുമില്ല. ഉത്തരം ലാ ഖൈറ ഫീമൻ ലാ യഖ്തദി ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബിഹി. 28. ഇദ്ഗാമു മുതജാനിസാനി എന്നാൽ എന്ത്? ഉത്തരം ഒരേ മഖ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്ത അക്ഷരങ്ങൾക്കാണ് ഇദ്ഗാമു മുതജാനിസാനി എന്ന് പറയുന്നത്. 29. എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്തുകളിൽ 4 എണ്ണം എഴുതുക. ഉത്തരം യാസീൻ, മുൽക്ക്, വാഖിഅ, സജ്ദ എന്നീ സൂറത്തുകൾ. 30. ഖിൻവാനുൻ എന്നതിലെ സുക്കൂനുള്ള നൂനിനെ ഇദ്ഗാമു ബിഗുന്ന ചെയ്യാതിരിക്കാനുള്ള കാരണമെന്ത്? ഉത്തരം ഖിൻവാനുൻ എന്നതിൽ സാക്കിനായ നൂനും വാവും ഒരേ പദത്തിൽ വന്നതിനാൽ ഇദ്ഗാം ചെയ്യാൻ പാടില്ല. അടുത്ത പ്രവർത്തനം, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. തൗബ. തെറ്റുകളിൽ നിന്ന് അള്ളാഹു തആലയോട് മാപ്പ് അപേക്ഷിച്ച് പൂർണ്ണമായി അള്ളാഹുലേക്ക് മടങ്ങലാണ് തൗബ. തൗബ എന്നത് അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള നേരിട്ടുള്ള കാര്യമാണ്. തൗബ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു തആല കൂടുതൽ പൊറുക്കുന്നവനും അനുഗ്രഹം ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ദോഷങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇനി ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ലെന്ന് ദൃഢനിശ്ചയത്തോടെയാണ് തൗബ ചെയ്യേണ്ടത്. 32. മദ്ദുൽ ലാസിം, മദ്ദുൽ ആരിൽ. മദ്ദുൽ ലാസിം മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരമായ വാവ്, യാ എന്നിവയുടെ ശേഷമോ അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ ലാസിം എന്ന് പറയുന്നത്. നൂൻ, യാസീൻ പോലെ ഹർഫുകളിൽ വരുമ്പോൾ മദ്ദുൽ ലാസിമുൽ ഹർഫി എന്നും അൽ ഹാഖ, വലല്ലാലീൻ പോലെ കലിമത്തുകളിൽ വരുമ്പോൾ മദ്ദുൽ ലാസിമുൽ കലിമി എന്നും പറയുന്നു. മദ്ദുൽ ലാസിം 3 അലിഫ് അഥവാ 6 ഹർക്കത്ത് ദൈർഘ്യം വേണമെന്നത് നിർബന്ധമാണ്. അടുത്തത് മദ്ദുൽ ആരിൽ. വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നത്. മദ്ദുൽ ആരിൽ 3 അലിഫ് വരെ നീട്ടലാണ് നല്ലത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ഒക്കെ കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.